യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥിലാമിസാണ്. മക്കളെ, അങ്ങനെ നമ്മുടെ കെമിസ്ട്രിയുടെ എക്സാം ആണ് ഇനി വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു 8 മാർക്കിന്റെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ആക്ച്വലി ആ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക് ആണ് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ് നമ്മുടെ നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. ഇതിലെ ക്ലോറിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ക്ലോറിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ക്ലോറിന്റെ സിമ്പൽ ഞാൻ എഴുതി തരാം. ഇതാണ് ക്ലോറിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ വരിക? താഴെ എഴുതിയിരിക്കുന്ന നമ്പർ ആണ്. സോ 17 ആണ്. ഇനി അറ്റോമിക് നമ്പർ 17 ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ വരിക? 2, 8, 7. ഇനി മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസുകളൊക്കെ എങ്ങനെയാ വരിക? മേലെ എഴുതിയിട്ടുള്ള നമ്പർ ആണ് മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ്. ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. ഇനി അറ്റോമിക് നമ്പർ 17 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആറ്റത്തിന്റെ കയ്യിൽ 17 ഇലക്ട്രോൺസും 17 പ്രോട്ടോൺസും ഉണ്ട്. സോ ഇവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം 17 ആണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ A-Z ആണ് നമ്മുടെ ഇക്വേഷൻ. അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. സോ 35 - 17 നമുക്ക് 18 എന്ന് കിട്ടും. ഇനി വാലൻസി എത്രയാ? നമുക്ക് ക്ലോറിന്റെ വാലൻസ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഒക്ടറ്റ് അഷ്ടകം പൂർത്തിയാവാൻ 8 ഇലക്ട്രോൺസ് ആവാൻ 1 ഇലക്ട്രോൺ കൂടെ മതി അല്ലെ. സോ ക്ലോറിൻ 1 ഇലക്ട്രോണിനെ മേടിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ക്ലോറിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഇനി മക്കളെ, ക്ലോറിൻ എന്ന് പറയുന്ന ആളെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അയാൾ വരുന്ന ഗ്രൂപ്പ് 17 ആണ്. ആ 17ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? ആ ഫാമിലിന്റെ പേരെന്താ? ഹാലോജൻസ് എന്ന് നമുക്ക് ഇവരെ വിളിക്കാം. ഓക്കെ, അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്ന ആൾ ഒരു ഹാലോജൻ ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതില് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഇതൊന്നും കണ്ടുപിടിക്കാൻ അറിയില്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയില്ല, ഒരു പ്രശ്നമില്ല. ഇന്ന് വൈകിട്ട് നമ്മളൊരു അടിപൊളി ലോഞ്ച് വെക്കുന്നുണ്ട്. ആ ലോഞ്ചിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. സോ ഇന്ന് വൈകിട്ട് കൃത്യം 7:30 ആകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും വരണം. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ആണ് മക്കളെ. വളരെ 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 സിമ്പിൾ ആണ്. നമുക്ക് ക്ലോറിനെ ഉണ്ടാക്കാൻ 2 ആൾക്കാർ മതി. ഒന്നാമത്തെ ആളാണ് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl ഒഴിച്ച് ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് നമ്മുടെ ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വരും. മക്കളെ, ഈ ക്ലോറിൻ ഗ്യാസ് ഒറ്റയ്ക്കല്ലാട്ടോ വരിക. ഈ ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം കുറച്ച് ട്രേസസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവില് ഹൈഡ്രജൻ ക്ലോറൈഡ് കൂടെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ HCl ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും HCl ആണ്, ഹൈഡ്രജൻ ക്ലോറൈഡ് HCl ആണ്. ഡൗട്ട് വരണ്ട. ഗേഷ്യസ് ഫോം വാതകാവസ്ഥയിലായിരിക്കുമ്പോൾ HCl ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നും, ലിക്വിഡ് ഫോമിൽ ആസിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുമാണ് നമ്മൾ പറയാ കേട്ടോ. സോ ഇവിടെ ഗേഷ്യസ് ആയിട്ടുള്ള HCl അതാണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് പുറത്തേക്ക് വരും. നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിന് വേണോ? നമുക്ക് വേണ്ട. ഈ ഹൈഡ്രജൻ ക്ലോറൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മിക്സ്ചറിനെ ആരിലൂടെ കടത്തിവിടാന്നറിയോ മക്കളെ? നമ്മൾ വാട്ടറിലൂടെ കടത്തിവിടും. കാരണം വാട്ടറിനെ കണ്ടു കഴിയുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിന് ഭയങ്കര ഇഷ്ടമാണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് വാട്ടറിൽ അങ്ങ് കയറി അങ്ങ് മിക്സ് ആയി കളയും. ഓക്കെ, ഇനി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വരും. പക്ഷെ വെള്ളത്തിലൂടെ കടന്നുപോയതല്ലേ, അതുകൊണ്ട് ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം കുറച്ച് വാട്ടർ മോളിക്യൂൾസും കൂടെ പുറത്തേക്ക് വരും. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് അല്ലെ? നമുക്ക് വേണ്ടത് ക്ലോറിനെ മാത്രം. അപ്പൊ ക്ലോറിനെ മാത്രം കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആദ്യം HCl റിമൂവ് ചെയ്യാൻ വെള്ളത്തിലൂടെ കടത്തി വിട്ടു. അപ്പൊ ദേ കിടക്കുന്നു. വെള്ളത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞപ്പോ HCl പോയി, പക്ഷെ വെള്ളം ക്ലോറിന്റെ ഒപ്പം കൂടി. നമുക്ക് വെള്ളത്തെ വേണോ? വേണ്ട. ഈ വെള്ളത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മിക്സ്ചറിനെ മക്കൾ എന്താ ചെയ്യേണ്ടേ? H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടും. അങ്ങനെ നമുക്ക് നമ്മുടെ ക്ലോറിൻ ഗ്യാസിനെ കിട്ടും. അപ്പൊ ക്ലോറിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആരെയൊക്കെ എടുക്കണം? പൊട്ടാസ്യം പെർമാംഗനേറ്റും എടുക്കണം, ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്ത് ഹീറ്റ് ചെയ്യുക അല്ലെ. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് കൂടെ പുറത്തേക്ക് വരും. ഇതിനെ റിമൂവ് ചെയ്യാൻ വാട്ടറിലൂടെ കടത്തിവിടുന്നു. ഇനി വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ജലാംശത്തെ നീക്കം ചെയ്യാൻ വീണ്ടും സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടണം. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം ക്ലോറിൻ ഗ്യാസിനെ കിട്ടും. ഈ ക്ലോറിൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് കാണാം, ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ് അല്ലെ, ഒരു പച്ച കലർന്ന മഞ്ഞ നിറമാണ്. പിന്നെ ഒരു പഞ്ചൻ സ്മെൽ അല്ലെങ്കിൽ രൂക്ഷഗന്ധമുള്ള ആളാണ്. ഡെൻസർ ദാൻ എയർ, വായുവിനേക്കാൾ സാന്ദ്രത കൂടിയ ആളാണ്.
ഈ ക്ലോറിന്റെ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുണ്ട്, ബ്ലീച്ചിങ് ആക്ഷൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താ ബ്ലീച്ചിങ് ആക്ഷൻ? ആ പടത്തിൽ തന്നെയുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ അതിന്റെ കളറൊക്കെ അങ്ങ് നഷ്ടപ്പെടും. കുറച്ചു നാൾ കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകും, അത് പോട്ടെ, കളറ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ കളറ് പോകുന്നതിനെയാണ്, നിറമില്ലാതാക്കുന്ന പ്രവർത്തനത്തെ, കളറ് പോകുന്നതിനെയാണ് നമ്മൾ ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ മക്കളെ ക്ലോറിൻ എങ്ങനെയാ ബ്ലീച്ചിങ് ആക്ഷൻ കാണിക്കുക? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ക്ലോറിൻ ഗ്യാസ് ഉണ്ടല്ലോ, വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ, വെള്ളവുമായിട്ട് കൂടി ചേർന്നിരിക്കുമ്പോൾ ഇവര് രണ്ടാൾക്കാരായിട്ട് മാറും. ക്ലോറിൻ ഗ്യാസും വെള്ളവുമായിട്ട് കൂടി ചേർന്ന് നമുക്ക് HOCl എന്ന് പറയുന്ന ഹൈപ്പോക്ലോറസ് ആസിഡും കിട്ടും. പിന്നെ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും കിട്ടും. അതവിടെ ഇരുന്നോട്ടെ. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് നമ്മുടെ വില്ലൻ. ഓക്കെ, അപ്പൊ ക്ലോറിനും വാട്ടറുമായിട്ട്, നമ്മുടെ നനഞ്ഞ വസ്ത്രങ്ങളുമായിട്ട്, വെറ്റ് ക്ലോത്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് മക്കളെ ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ഇയാൾക്ക് ഒരിടത്ത് ഇരിക്കാനേ പറ്റില്ല. ഇറ്റ്സ് വെരി 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 അൺസ്റ്റേബിൾ. ഒരു സ്ഥിരതയില്ല. ഇയാൾ പെട്ടെന്ന് തന്നെ വിഘടിച്ചിട്ട് മക്കളെ HCl-ഉം അതേപോലെ തന്നെ നേസന്റ് ഓക്സിജൻ അല്ലെങ്കിൽ നവജാത ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുക, നേസന്റ് ഓക്സിജൻ ആയിട്ട് മാറും. ഈ നേസന്റ് ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ വളരെ ശക്തിയേറിയ ഒരു ഓക്സികാരിയാണ്. അവൻ ഓടി നടന്നിട്ട് എന്ത് ചെയ്യും മക്കളെ? ഡ്രസ്സിന്റെ കളർ കളയും. അപ്പൊ ഈ ഒരു ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറയുന്നത്, ബ്ലീച്ചിങ് പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഓക്സീകരണ പ്രവർത്തനമാണ് കേട്ടോ, ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ആരാണ് ഇവിടെ ഓക്സീകരണം നടത്തുന്നത്? ഇവിടെ ഉണ്ടാവുന്ന നേസന്റ് ഓക്സിജൻ അല്ലെങ്കിൽ നവജാത ഓക്സിജൻ. എങ്ങനെയാ നവജാത ഓക്സിജൻ ഉണ്ടാവുന്നത്? ഹൈപ്പോക്ലോറസ് ആസിഡ് വിഘടിച്ചിട്ട്. എങ്ങനെയാ നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡിനെ കിട്ടിയത്? വാട്ടറും ക്ലോറിനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ. ഇതാണ് ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ മക്കളെ ഇതിൽ നിന്ന് നിങ്ങളോട് ക്ലോറിന്റെ പ്രിപ്പറേഷൻസ് ഒരു 4 മാർക്കിന് വിത്ത് ഡയഗ്രാം സ്ഥിരമായിട്ട് ചോദിക്കുക. പിന്നെ ക്ലോറിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആ ഒരു പ്രോപ്പർട്ടീസിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാം. ഇനി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്ലോറിന്റെ ബ്ലീച്ചിങ് ആക്ഷൻ ചോദിക്കാം. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മക്കളെ ക്ലോറിന്റെ യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷൻ കൂടെ പഠിക്കാനുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഇപ്പോഴല്ല, നമ്മൾ ലൈവിലാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലോറിന് കുറെ ഉപയോഗങ്ങൾ ഇതേപോലെയുണ്ട്. ക്ലോറിന്റെ ഉപയോഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 യൂസസ്, മിനിമം 2 യൂസസ് വേണം കേട്ടോ. 2 ഉപയോഗങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും താഴെ കമന്റ് ചെയ്യണം. അതേപോലെ വൈകിട്ട് 7:30 എത്താനായിട്ട് മറക്കരുത് മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ലൈവ് ഉണ്ട്, സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് 7:30 കാണാം. ബൈ ബൈ. ഇത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.